കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. പള്ളിയാണെന്ന് നോക്കിയപ്പോൾ പള്ളിയല്ല, ഒരു മതിൽ പോലെ ഉണ്ട്. എന്തൊരു കോട്ടയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് ഇനി അകത്തോട്ട് കയറിയാലേ അറിയാൻ പറ്റും. എന്തായാലും സ്റ്റെപ്പുകൾ കയറി നോക്കാം. ഇവിടെ എല്ലായിടത്തും സ്റ്റെപ്പ് കയറണം കേട്ടോ. എത്ര കയറിയാലും തീരാത്ത സ്റ്റെപ്പുകളുണ്ട്. അതെ, ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ കിടക്കുവാണ്. തകർത്ത് ഫോട്ടോ എടുക്കാം. ചാടി ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ചാടൊക്കെ അത്ര ശരിയായില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് മുമ്പിലോട്ട് പോവാം. അടുത്ത ആൾ പള്ളീനെ താങ്ങി നിർത്തി ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുപ്പ് തകർത്ത് കിടക്കുവാണ്. ഇവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ നിൽക്കുവാണ് കേട്ടോ. ഇവിടെ യൂട്യൂബേഴ്സും ഒരുപാടുണ്ട് കേട്ടോ. എനിക്കിത് ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് പള്ളിയാണോ എന്താണെന്ന്. ഞാൻ ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. അകത്തോട്ട് കയറുമ്പോൾ അറിയാം. പള്ളി മുകളിൽ പള്ളി പോലെ ഉണ്ടല്ലേ, പക്ഷേ അതിന് ഓപ്പണാണ് കേട്ടോ. ഒരു മതിൽക്കെട്ട് പോലെയുണ്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. ഓക്കെ, ഇനി നമുക്ക് അകത്തോട്ട് കയറാം. അല്ല, ഇവിടെ നിന്ന് ഞാൻ വലിയ മതിൽക്കെട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കോട്ട മതിലാണെന്ന് എനിക്ക് ഡൗട്ട്. പണ്ടത്തെ വല്ലോ എന്താണെന്ന് അറിയത്തില്ല. അകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് ഇതാണ് കറങ്ങി കാണാൻ എത്തുന്നു. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ഒരേ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമാണെന്ന് എനിക്കറിയാൻ വരിക. ഇതെന്താണെന്ന് മുമ്പിലോട്ട് നടന്ന് നോക്കിയാലേ അറിയാനും പറ്റും. ഓക്കെ, ഇവിടെ ക്യൂ നിൽക്കുന്നവരെല്ലാവരും. ഞാനും അവരോട് ക്യൂ നിന്നു. അകത്തോട്ട് കയറാൻ വഴിയുണ്ട് കേട്ടോ. ഇവിടെ ഗ്ലാസ് ഇട്ടാക്കിയാണ്. അവിടെയൊന്നും ഒന്നുമില്ല. ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്ലാസ്സിനകത്ത്. എന്തിൻ്റെ കല്ലാണെന്ന് അറിയാൻ വയ്യ. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകേണ്ടി വരും. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. മ്യൂസിയം വല്ലതും ആണോ എന്ന് അറിയാൻ വയ്യ. താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ അറിയാം. എഴുതിയേക്കുന്നത് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് വായിക്കാൻ നിൽക്കുന്നില്ല. മുമ്പിലോട്ട് തന്നെ പോവാം. ഓക്കെ, അകത്തോട്ട് കയറി. ഇത് കുരിശ്. എനിക്കിത് പള്ളി ആയിരുന്നു തോന്നുന്നു. അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് എഴുതി വെച്ചേക്കണം. പക്ഷെ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടത്തെ ഇതാണ്. ഇത് മ്യൂസിയം പോലെ ഉണ്ട് കണ്ടിട്ട്. എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്കൊന്ന് ഇത് മ്യൂസിയം തന്നെ തോന്നുന്നു. എല്ലാ ഇത് മാത്രമേ ഉള്ളൂ, പള്ളിയല്ല ഏട്ടാ. ആ മതിൽക്കെട്ട് കണ്ടപ്പോൾ ഞാൻ വെച്ച് പള്ളിയാണെന്ന് വിചാരിച്ചാൽ അകത്തോട്ട് കയറിയത്. ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടി ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ പുരാതനമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എൻ്റെ അകത്തെല്ലാം ഉള്ളത്. എല്ലാവരും നല്ല രീതി ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല പഴക്കമുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. ഫോട്ടോ എടുപ്പ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കണ്ണാടി കൂട്ടിലാക്കി വെച്ചേക്കുവാണ്. ഇതും പഴയ എന്തോ സംഭവമാണ്. ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. വലുതായിട്ട് ഇവിടെ ഇങ്ങനെ കാണാനും വേണ്ടിയൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ച. കാണാൻ ഇത്രയൊക്കെ ഉള്ളു. ഒരു കൊച്ചപ്പുറത്തേക്ക് കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴിയാണിത്. സെക്യൂരിറ്റിയാണ് എന്നെ നോക്കിക്കൊണ്ട് വന്നു. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്തോ. ബാക്കിയെല്ലാവരും ഫോൺ മാറ്റി വെച്ചു വന്നു. ഞാൻ വീഡിയോ എടുത്തോട്ട് തന്നെ ഇറങ്ങി വന്നു. സെക്യൂരിറ്റി അവിടെ നിൽക്കുന്ന അറിഞ്ഞില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട്. ഇത് എന്തിനാണ് ഗ്ലാസ് ഇട്ടാക്കുന്നതെന്ന് അറിയാം. ഭംഗി കൂട്ടാനാണോ എന്നും അറിയാൻ വയ്യ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഒരു ഇത് ഓക്കെയാണ്.
അതിൻ്റെ വെളിയിലോട്ട് അതിൻ്റെ താഴോട്ടാണ് ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവാം. ഒരുപാട് ഉയരമൊന്നുമില്ല, കുറച്ച് ഉയരമില്ല. അവിടെ ഒരാൾക്കൂട്ടം എന്താണെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ആൾ കൂടി നിൽക്കുന്ന അങ്ങോട്ട് പോവാം. അവിടെ എന്തെങ്കിലുമൊക്കെ കാണും. ഇവിടെ എന്താണുള്ളത്? ഈ കോട്ട കെട്ടിയതിനാണ് ഈ പള്ളി പണിഞ്ഞതാണ് കേട്ടോ. 1970 ഫോട്ടോയാണിത്. 1930 ഫോട്ടോ, 1890 ഫോട്ടോ, 1875. ഇത് 1834 പണിഞ്ഞ പള്ളിയാണ് കേട്ടോ. കുറച്ച് പള്ളി എനിക്ക് അത് തകർന്നു പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. 1834 നിർമ്മിച്ചതാണിത്. അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് ഫോട്ടോ. ഇത് നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ. പകൽ കാണാനും രാത്രി കാണാനും എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം. പക്ഷേ രാത്രി കാണുമ്പം പേടിയാവും കേട്ടോ. നമ്മളെ പ്രേതത്തിൻ്റെ സിനിമയിൽ വരുന്ന പോലെയൊക്കെ ഇല്ലേ, മക്കാവോ.